ഹായ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് ലോ മെയിൻ്റനൻസിൽ വളർത്തിയെടുക്കാൻ പറ്റുന്ന കുറച്ച് പ്ലാന്റ്സിനെ ഒന്ന് പരിചയപ്പെടാമേ. എല്ലാ പ്ലാന്റ്സിനും അതിൻ്റേതായ കുറച്ച് കെയറിംഗ് ഒക്കെ ആവശ്യമാണ്. എന്നാലും കുറച്ച് ഈസി ആയിട്ട് വളർത്താൻ പറ്റുന്ന പ്ലാന്റ്സിനെയാണ് ഇന്ന് കാണിക്കുന്നത്. ഇപ്പോൾ ഈ കാണിച്ചിട്ടിരിക്കുന്ന പ്ലാന്റ്സ് ഒന്നും അത്ര ഈസി ആയിട്ട് വളർത്താൻ പറ്റുന്നതല്ല. ഞാൻ വെറുതെ സ്റ്റാർട്ടിങ്ങിൽ ഒരു ഭംഗിക്ക് വേണ്ടി കൊടുത്തതേ ഉള്ളൂ. പുതുതായിട്ട് ഗാർഡനൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നവർക്ക് ഈസി ആയിട്ട് വളർത്താൻ പറ്റുന്ന കുറച്ച് പ്ലാന്റ്സ് ആണ് കാണിക്കുന്നത്. എൻ്റെ അനുഭവത്തിൽ നിന്ന് എനിക്ക് മനസ്സിലായ കുറച്ച് കാര്യങ്ങളാണ്. ഒന്നാമത്തെ പ്ലാന്റ് ആണ് നമ്മുടെ ഈ മുള്ളില്ലാത്ത യൂഫോർബിയ എന്ന് പറയുന്നത്. നല്ല റെഡ് കളർ പൂക്കളാണ്. ഇതിൻ്റെ പ്രൊപ്പഗേഷനും അതുപോലെ ഇതിൻ്റെ കെയറിങ്ങും ഒക്കെ വളരെ എളുപ്പമാണ്. കുറച്ച് ദിവസം നമുക്ക് ഇവർക്ക് വെള്ളം ഒഴിച്ചില്ലെങ്കിൽ പോലും പ്രശ്നമൊന്നും ഉണ്ടാകാതെ അവരങ്ങ് നിന്നോളും. ഫംഗൽ ഇൻഫെക്ഷൻസ് ഒന്നും അധികം വരുന്നത് ഞാൻ കണ്ടിട്ടില്ല. അതുപോലെ പെസ്റ്റിൻ്റെ ആക്രമണം ഒന്നും ഈ പ്ലാന്റ്സിനെ അധികം അഫക്റ്റ് ചെയ്യാറില്ല. കട്ടിങ്സ് എടുത്ത് മണലിൽ കുത്തിയാണ് ഞാനിത് പിടിപ്പിക്കാറുള്ളത്. നമുക്ക് വളരെ എളുപ്പം ഇതിനെ പ്രൊപ്പഗേറ്റ് ചെയ്ത് എടുക്കാൻ പറ്റും. നല്ല സൺലൈറ്റ് ഉള്ളപ്പോഴാണ് നിറയെ പൂക്കൾ ഉണ്ടാകുന്നത്. ഇടയ്ക്കിടയ്ക്കൊന്ന് കട്ട് ചെയ്ത് നിർത്തുകയാണെങ്കിൽ നല്ല ബുഷിയായിട്ട് നിൽക്കും. കാണാൻ നല്ല ഭംഗിയാണ്. മാസത്തിൽ ഒരു തവണയൊക്കെ കുറച്ച് എല്ലുപൊടി ഇട്ട് കൊടുക്കാറുണ്ട്. അല്ലാതെ പ്രത്യേകിച്ച് കെയറിങ് ഒന്നും ഞാൻ ഈ പ്ലാന്റ്സിന് ചെയ്യാറില്ല. അടുത്ത പ്ലാന്റാണ് നമ്മുടെ ഈ കമ്മൽ ചെടി. എനിക്ക് നിറയെ പ്ലാന്റ്സ് ഉണ്ടായിരുന്നു. ഇപ്പോൾ അതെല്ലാം പോയിട്ട് പുതിയ പ്ലാന്റ്സ് വെച്ച് പിടിപ്പിച്ചേക്കാണ്. ഇതിന് അധികം ലൈഫ് ഇല്ലെന്നേ ഉള്ളൂ. വീണ്ടും വീണ്ടും നമുക്ക് പ്രൊപ്പഗേറ്റ് ചെയ്ത് പുതിയ പ്ലാന്റ്സ് ആക്കി എടുക്കുകയാണെങ്കിൽ നിറയെ പൂക്കളായിട്ട് നിൽക്കുന്ന കാണാൻ നല്ല ഭംഗിയാണ്. സീഡ്സ് വീണിട്ട് പുതിയ പുതിയ പ്ലാന്റ്സ് ഉണ്ടായിക്കോളും. അല്ലെങ്കിൽ നമ്മൾ തന്നെ ഇതിൻ്റെ സീഡ്സ് എടുത്തിട്ട് നമുക്ക് പുതിയ പ്ലാന്റ്സ് ഉണ്ടാക്കിയെടുക്കാവുന്നുള്ളതേ ഉള്ളൂ. ഇപ്പോൾ ഞാൻ പുതിയ പ്ലാന്റുകൾ ഇതുപോലെ പിടിപ്പിക്കാനായിട്ട് വെച്ചേക്കുകയാണ്. നിറയെ പൂക്കളാകുമ്പോൾ നല്ല ഭംഗിയാണ്. അതുപോലെ ഈ ഒരു പിങ്ക് കളറിലെ ബിഗോണിയ, ഇതും നമുക്ക് കെയർ ചെയ്യാൻ വളരെ ഈസി ആയിട്ടുള്ളൊരു പ്ലാന്റാണ്. പ്രത്യേകിച്ച് മെയിൻ്റനൻസ് ഒന്നും ആവശ്യമില്ല. വല്ലപ്പോഴും ഞാൻ ഇതിന് എല്ലുപൊടി എല്ലാ പ്ലാന്റ്സിനും ഇട്ട് കൊടുക്കുന്നതിൻ്റെ കൂട്ടത്തിൽ ഇട്ട് കൊടുക്കാറുണ്ട്. ഈ ഒരു ബിഗോണിയുടെയും പുതിയ പ്ലാന്റ്സ് ഒക്കെ പിടിപ്പിച്ചെടുക്കാൻ നമുക്ക് വളരെ ഈസിയാണ്. ഇതിൻ്റെ ഒരു കട്ടിങ്സ് എടുത്ത് മണലിൽ കുത്തി പിടിപ്പിച്ചാൽ മതി. വളരെ പെട്ടെന്ന് പിടിച്ച് കിട്ടും. ഒരു സെമി ഷെയ്ഡ് ഇഷ്ടപ്പെടുന്ന പ്ലാന്റ് ആണ്. രാവിലത്തെ സൺലൈറ്റ് കിട്ടാമെങ്കിൽ ഇതുപോലെ നിറയെ പൂക്കളായിട്ട് നിൽക്കും. ഒരുപാട് പ്ലാന്റ്സ് പിടിപ്പിച്ച് ഒരുമിച്ച് ഇങ്ങനെ വെക്കുകയാണെങ്കിൽ കാണാൻ നല്ല ഭംഗിയാണ്. 4 വർഷത്തോളമായിട്ട് ഈ പ്ലാന്റ് എൻ്റെ കൂടെ ഉണ്ട് കേട്ടോ. പുതുതായിട്ട് ഗാർഡനിങ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്നവർ ഇതുപോലെ ഈസി ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്ന പ്ലാന്റ്സ് ഒക്കെ വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്നതാണ് നല്ലത്. ഞാൻ ഈ കാണിക്കുന്ന പ്ലാന്റ്സിനൊന്നും അധികം റേറ്റ് ഇല്ല. നമുക്ക് ഈസി ആയിട്ട് മേടിക്കാൻ പറ്റും. അല്ലെങ്കിൽ എവിടെ നിന്നെങ്കിലും ഇതിൻ്റെ കട്ടിങ്സോ അല്ലെങ്കിൽ ഒരു തൈയോ ഒക്കെ കിട്ടുകയാണെങ്കിൽ കൊണ്ടുവന്ന് വെച്ചാൽ മതി. ആദ്യമേ നമ്മൾ ഒരുപാട് റേറ്റൊക്കെ കൊടുത്ത് ഒരുപാട് കെയറിങ് ഒക്കെ ആവശ്യമുള്ള പ്ലാന്റ്സ് ഒക്കെ മേടിച്ച് വെച്ചാൽ ചിലപ്പോൾ സക്സസ് ആയെന്ന് വരില്ല. ഈ പ്ലാന്റ്സ് ഒക്കെ ഞാൻ ഗാർഡനിങ് സ്റ്റാർട്ട് ചെയ്ത ടൈമിലേ എനിക്കുള്ള പ്ലാന്റ്സ് ആണ്. ഞാൻ ആദ്യം ഇതുപോലുള്ള പ്ലാന്റ്സ് ഒക്കെ വെച്ചാണ് ഗാർഡനിങ് സ്റ്റാർട്ട് ചെയ്തത്. അടുത്ത പ്ലാന്റാണ് നമ്മുടെ ഈ ടൊറേനിയം, കാക്കപ്പൂവ് എന്നൊക്കെ പറയുന്ന പ്ലാന്റ്. ഇതിൻ്റെ ഒരുപാട് വെറൈറ്റീസ് ഉണ്ട്. മീൻസ് ഒരുപാട് കളറുകൾ അവൈലബിൾ ആണ്. ഒരു 3-4 കളേഴ്സ് എൻ്റെ കയ്യിലും ഉണ്ട്. ഈ പ്ലാന്റിനും ലൈഫ് കുറവാണെങ്കിലും അത് നശിച്ചു പോയാലും അടുത്ത പ്രാവശ്യം തന്നെ എവിടെയെങ്കിലുമൊക്കെ ഇതിൻ്റെ സീഡ്സൊക്കെ വീണിട്ട് പുതിയ പ്ലാന്റ് ഉണ്ടായിക്കോളും. നമ്മൾ തന്നെ ഇതിൻ്റെ സീഡ്സ് എടുത്ത് പാകി കിളിപ്പിക്കണമെന്നൊന്നുമില്ല. എവിടെയെങ്കിലുമൊക്കെ കിടന്ന് പുതിയ പ്ലാന്റ്സ് ആയി വരുമ്പോൾ നമ്മൾ പോട്ടിലേക്കോ എവിടെയാണെന്ന് വെച്ചാൽ മാറ്റി നട്ടാലും മതി. അടുത്ത പ്ലാന്റാണ് നമ്മുടെ ഈ ഫയർ ക്രാക്കർ. ഇതിനും പെസ്റ്റിസൈഡിൻ്റെയോ ഫംഗിസൈഡിൻ്റെയോ ഒന്നും ആവശ്യമില്ലാതെ നിറയെ പൂക്കളാവുന്ന ഒരു പ്ലാന്റാണ്. ഞാനിതിനെ തറയിൽ നട്ടിട്ട് ഇതുപോലെ നീളത്തിൽ കമ്പിയിലേക്ക് കെട്ടിക്കൊടുത്ത് ഈ സൈക്കിളിൻ്റെ റിമ്മിലേക്ക് കൊണ്ടുവന്നേക്കാണ്. ഇനി നിറച്ച് റെഡ് കളറിലെ പൂക്കളായി കിടക്കുന്നത് കാണാൻ നല്ല ഭംഗിയാണ്. റോസ, വിങ്ക, പെറ്റൂണിയ ഇതിനൊക്കെ പെസ്റ്റിസൈഡ് ഫംഗിസൈഡും ഒക്കെ കൊടുക്കുമ്പോഴും ഈ പ്ലാന്റ്സിനൊന്നും ഞാൻ അധികം പെസ്റ്റിസൈഡും ഫംഗിസൈഡും ഒന്നും കൊടുക്കാറില്ല കേട്ടോ. ലോ മെയിൻ്റനൻസിലാണ് ഇത്രയും ആക്കി കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പോൾ ഗാർഡനിങ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്നവർക്ക് ഇതിൻ്റെ ഒരു തണ്ട് കിട്ടുകയാണെങ്കിൽ കൊണ്ടുവച്ചാൽ നമുക്ക് ഈസി ആയിട്ട് വളർത്തിയെടുക്കാൻ പറ്റും. ഇനി നമുക്ക് കുറച്ച് ലീഫി പ്ലാന്റ്സ് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ ഞാൻ കാണിക്കാൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഈ പെന്നിവേർട്ടാണ്. കഴിഞ്ഞ ആഴ്ചയാണ് ഞാൻ ഈ പെന്നിവേർട്ടിനെ റീപോർട്ട് ചെയ്യുന്ന വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ അതിൽ നിന്ന് ഒരുപാട് ലീവ്സൊക്കെ വന്നിട്ടുണ്ട്. നമുക്ക് ഈസി ആയിട്ട് വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു ലീഫി പ്ലാന്റ് തന്നെയാണ് ഈ പെന്നിവേർട്ട്. ചെറിയൊരു തൈ കിട്ടുകയാണെങ്കിൽ തന്നെ നമുക്ക് ഇതുപോലെ ബുഷിയായിട്ട് വളർത്തിയെടുക്കാൻ പറ്റും. റൗണ്ട് ആയിട്ടുള്ള ഇതിൻ്റെ ലീവ്സ് നല്ല ഗ്ലേസിങ്ങിൽ നിൽക്കുന്നത് കാണാൻ വളരെ ഭംഗിയാണ് കേട്ടോ. പെന്നിവേർട്ടിൻ്റെ പോട്ടിംഗ് ഒക്കെ എങ്ങനെയാണെന്ന് കാണാനായിട്ട് വീഡിയോ ഒന്ന് കണ്ടു നോക്കിയാലും മതിയേ. അടുത്ത പ്ലാന്റാണ് മണി പ്ലാന്റ്. ഇതിൻ്റെ ഒരു കട്ടിങ് എടുത്ത് വെച്ചാൽ നമുക്കിതിനെ പല രീതിയിൽ വളരെ ഭംഗിയായിട്ട് വളർത്തിയെടുക്കാൻ പറ്റും. ഇതുപോലെ ബുഷിയായിട്ട് വളർത്താം, അല്ലെങ്കിൽ ഹാങ്ങിങ് പോട്ടിൽ ഹാങ് ചെയ്തിടാൻ പറ്റും.
ഞാൻ ചെയ്തിരിക്കുന്നത് പോലെ നമുക്ക് ഇതുപോലെ കമ്പിയിലൊക്കെ ചുറ്റി ഏതെങ്കിലും ഷേപ്പിലൊക്കെ ആക്കി നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റും. ഇതിനും ഒരുപാട് പെസ്റ്റിസൈഡിൻ്റെയോ ഫംഗിസൈഡിൻ്റെയോ ഒന്നും ആവശ്യമില്ല. ഒരുപാട് സൺലൈറ്റിൽ വെക്കാതെ കുറച്ച് സെമി ഷെയ്ഡ് ഇഷ്ടപ്പെടുന്ന പ്ലാന്റാണ്. ഇൻഡോറിലും നമുക്കിതിനെ വളരെ ഈസി ആയിട്ട് വളർത്തിയെടുക്കാൻ പറ്റും. ഗാർഡനൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നവർക്ക് പെട്ടെന്ന് വളർത്താൻ പറ്റുന്ന ഒരു പ്ലാന്റ് തന്നെയാണ് നമ്മുടെ ഈ പല വെറൈറ്റിയിലുള്ള മണി പ്ലാന്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് പ്ലാന്റാണ് അഗ്ലോണിമ എന്ന് പറയുന്നത്. പല വെറൈറ്റിയിലുള്ള അഗ്ലോണിമാസ് ഉണ്ട്. റെഡ് കളറിലെ അഗ്ലോണിമാസ് ഒന്നും എൻ്റെ കയ്യിലില്ല. ഞാൻ ഗാർഡനിങ് സ്റ്റാർട്ട് ചെയ്ത ടൈമിലേ ഉള്ള അഗ്ലോണിമാസ് ആണ് ഇതൊക്കെ. സെമി ഷെയ്ഡ് ഇഷ്ടപ്പെടുന്ന ഒരു പ്ലാന്റാണ്. നമുക്ക് വളരെ ഈസി ആയിട്ട് ഇതിനെ പ്രൊപ്പഗേറ്റ് ചെയ്തെടുക്കാനും പറ്റും. ഇൻഡോറിലും വളരെ ഭംഗിയായിട്ട് നമുക്ക് ഈ അഗ്ലോണിമാസിനെ വളർത്തിയെടുക്കാൻ പറ്റും. ഒരുപാട് കെയറിങ് ഒന്നും ആവശ്യമില്ലാതെ നല്ല രീതിയിൽ വളരുന്ന ഒരു പ്ലാന്റാണ് കേട്ടോ ഈ അഗ്ലോണിമാസ് എന്ന് പറയുന്നത്. നിലവിൽ എൻ്റെ കയ്യിൽ ഒരു 3-4 വെറൈറ്റി അഗ്ലോണിമാസ് ഒക്കെ ഉണ്ട്. അവരെല്ലാം നല്ല ഹെൽത്തി ആയിട്ട് നിൽക്കുന്നുണ്ട്. ഒരുപാട് കെയറിങ് ഒന്നും ഞാൻ കൊടുക്കാറില്ല. അടുത്തൊരു പ്ലാന്റാണ് ഈ ഫിലോഡെൻഡ്രോൺ. ഇതും നമുക്ക് വളരെ എളുപ്പം വളർത്തിയെടുക്കാൻ പറ്റുന്നൊരു പ്ലാന്റാണ്. ഒരുപാട് ഫംഗിസൈഡിൻ്റെയോ പെസ്റ്റിസൈഡിൻ്റെയോ ഒന്നും ആവശ്യമില്ലാതെ ഈസി ആയിട്ട് വളർത്തിയെടുക്കാൻ പറ്റുന്നൊരു പ്ലാന്റാണ്. ലാസ്റ്റ് ഞാൻ പറയാൻ ഇഷ്ടപ്പെടുന്നൊരു പ്ലാന്റാണ് നമ്മുടെ ഈ പെൻഡാനസ് എന്ന് പറയുന്ന ഈ പ്ലാന്റ്. ഇത് നമുക്ക് ബോർഡറായിട്ടോ അല്ലെങ്കിൽ പോട്ടുകളിലോ ഒക്കെ സെറ്റ് ചെയ്യാൻ പറ്റും. നമ്മുടെ ഗാർഡൻ ഒരു റിച്ച് ലുക്ക് തരാൻ പറ്റുന്ന ഒരു പ്ലാന്റാണ് ഈ പ്ലാന്റ് എന്ന് പറയുന്നത്. ഒരു തൈ കിട്ടുകയാണെങ്കിൽ അതിൽ നിന്ന് തന്നെ ഒരുപാട് തൈകൾ നമുക്ക് പ്രൊപ്പഗേറ്റ് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു പ്ലാന്റാണേ. ഒരുപാട് കെയറിങ് ഒന്നും ആവശ്യമില്ലാതെ നല്ല ഭംഗിയിൽ വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു പ്ലാന്റ് തന്നെയാണ് ഈ പെൻഡാനസ് എന്ന് പറയുന്ന പ്ലാന്റും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. ഏകദേശം ഒരു 10 പ്ലാന്റ് ഞാൻ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഗാർഡനിങ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ ഇതുപോലുള്ള ഈസി മെയിൻ്റനൻസിൽ വളരെ കുറഞ്ഞ വിലയിൽ വളർത്തിയെടുക്കാൻ പറ്റുന്ന പ്ലാന്റ്സ് ഒക്കെ വെച്ച് ഗാർഡൻ സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ നല്ലതായിരിക്കും.